ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് നമുക്ക് ആദ്യം ബെല്ലം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ 300 ഗ്രാം ബെല്ലം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമ്മൾ റൈസിൻ്റെ കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് 2 കപ്പ് ദോശ റൈസ് ക്ലീൻ ചെയ്ത് കുതിർത്തിട്ട് വെള്ളമൊക്കെ വാർന്ന് വെച്ച അരിയാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തോടെ ഇട്ട് കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഒന്ന് വാർന്നിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തെടുത്ത ബെല്ലം ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചൂടോടെ ചേർത്ത് കൊടുക്കരുത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ഏലക്ക, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഒരു 1-2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കേണ്ടി വരുന്നില്ല. ഇതിലേക്ക് നമ്മൾ തേങ്ങാച്ചോറ് അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല ഫ്രഷായിട്ട് തന്നെ 2-3 ദിവസം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ ഫോളോ ചെയ്തിട്ട് ചെയ്യാൻ നോക്കൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ബാറ്റർ കുറച്ച് ലൂസായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ ചേർക്കണ്ട. ഇനി ഇത് മൂടി വെച്ചിട്ട് നമ്മൾ രാത്രി ഇങ്ങനെ മൂടി വെച്ചിട്ട് ഇത് പിറ്റേ ദിവസം വൈകുന്നേരം ആണ് കേട്ടോ ചുട്ടെടുക്കേണ്ടത്. ഓവന് പ്രീ ഹീറ്റാക്കി അതിനകത്തൊക്കെ വെച്ചാൽ നല്ലതാണ് കേട്ടോ. ചൂടുള്ള സ്ഥലത്ത് വെക്കാൻ നോക്കാം. പിന്നെ പുളിക്കൊന്നുമില്ല, പേടിക്കേണ്ട. അങ്ങനെ വെച്ചിട്ടുള്ള മാവാണ് കേട്ടോ ഇത്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം, എന്നാലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1-2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തേങ്ങാക്കൊത്ത് ഒരു 2-3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ചൂടോടെ ചേർക്കണ്ട, ചെറുതായിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ വേണ്ടത്, കൂടുതൽ ലൂസായി പോകരുത്. ഇത് നമുക്ക് നല്ല ചൂടായ എണ്ണയിലോട്ട് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. എണ്ണ നല്ല ചൂടായതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു സൈഡ് ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ച് ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള മാവ് നമുക്ക് ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞതൊക്കെ ഫോളോ ചെയ്യാം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. കമൻസായിട്ട് തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.